ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. രാധികയിൽ നിന്നും എല്ലാ സ്വത്തുക്കളും പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഐശ്വര്യ. അങ്ങനെ പേപ്പേഴ്സിലെല്ലാം ഒപ്പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടേക്ക് ശ്യാമ കയറി വന്നത്. വളരെ ദേഷ്യത്തോടെ ഐശ്വര്യ എന്ന് ശ്യാമ വിളിക്കുന്നു. ഞെട്ടലോടെ എല്ലാവരും ശ്യാമയെ നോക്കുന്നു. ശ്യാമയെ അവിടെ കണ്ടപ്പോൾ പെട്ടെന്ന് സമാധാനമാവുകയാണ് രാധികയ്ക്ക്. ഐശ്വര്യ പറയുന്നുണ്ട്, ആഹാ വന്നല്ലോ ഫിദ മാഡം, എനിക്കറിയാമായിരുന്നു നീ ഇങ്ങ് തിരിഞ്ഞെത്തുമെന്ന്. മകളുടെ പിന്നാലെ അമ്മയ്ക്ക് വരാതിരിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഐശ്വര്യ പറയുമ്പോൾ സംശയത്തോടെ രാധിക ഫിദയെ നോക്കുന്നുണ്ട്. രാധിക മോളെ ഞങ്ങൾ കൊണ്ടുപോവാണ് എന്ന് അമൃത പറയുന്നു. എങ്ങനെ, ജീവനോടെയോ അതോ ചത്തിട്ടോ എന്ന് ഐശ്വര്യ ചോദിക്കുന്നു. ഐശ്വര്യ കത്തി കാണിച്ചിട്ട് പറയുന്നു, ദേ ഇത് കണ്ടോ, ഞാൻ ഈ നേരം വരെ ഇവളുടെ കഴുത്തിൽ വെച്ചിരുന്നതാണിത്. ഇനിയിപ്പോ ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ. ആദ്യം അമ്മയാണോ അതോ മകളാണോ? എനിക്ക് അവളെ വേണം, എനിക്കെന്റെ മോളെ കൊണ്ടുപോകണം എന്ന് ശ്യാമ പറയുന്നു. ഒരു കാര്യം ചെയ്യും, അമ്മയും മോളും കൂടി ഇതിൽ ഒപ്പിട്ടേക്ക്, അത് കഴിഞ്ഞ് ഞാൻ രാധികയെ വിടാം. അത് കഴിഞ്ഞിട്ടേ രാധികയെ വിടുന്നുള്ളൂ എന്നും ഐശ്വര്യ പറയുന്നു. നീ എന്റെ മോളെ ഒന്നും ചെയ്യില്ല, എന്റെ മോളെ രക്ഷിച്ചുകൊണ്ട് പോകാൻ എനിക്കറിയാമെന്നും ശ്യാമ പറയുന്നു. എങ്കിൽ അതൊന്ന് കാണട്ടെ എന്ന് ഐശ്വര്യം വെല്ലുവിളിക്കുന്നുണ്ട്. നിന്റെ മോളെ നിന്റെ മുന്നിൽ കിടന്ന് പിടയുന്നത് ഞാൻ കാണിച്ചു തരാമടി എന്ന് പറഞ്ഞ് രാധികയ്ക്ക് നേരെ കത്തി ഉയർത്തുകയാണ് ഐശ്വര്യ. പെട്ടെന്ന് ഐശ്വര്യ എന്ന് പറഞ്ഞ് ശ്യാമ വിളിക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്യാമ തോക്കു ചൂണ്ടി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് രാധികയും. എന്തിനും തയ്യാറായി തന്നെയാണ് ശ്യാമ വന്നിരിക്കുന്നത്. തോക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് ഐശ്വര്യ ഒന്ന് ഭയന്നു. ശ്യാമ ഐശ്വര്യയുടെ മുന്നിലേക്ക് വന്നു. എന്നിട്ട് മാറി നിൽക്കാനായി പറയുന്നു. അങ്ങനെ ഐശ്വര്യ അപ്പുറത്തേക്ക് മാറി. ഇത്രയും കാലം ഞാൻ പലതും ക്ഷമിച്ചു, പലതും വിട്ടുതന്നു, പക്ഷെ അതുകൊണ്ടൊന്നും നീ അടങ്ങിയില്ല. ഇത്രയും കാലം നീ ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷ ഇപ്പോ നിനക്ക് ഞാൻ തരാൻ പോവുകയാണ്. പെട്ടെന്ന് സോണിയ വന്ന് ശ്യാമയെ തട്ടി, ആ തോക്കിന്റെ കൈ തട്ടി. അപ്പോൾ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ഷൂട്ട് ചെയ്യുകയും ഐശ്വര്യ നിലത്ത് വീഴുകയും ചെയ്യുന്നു. ഐശ്വര്യയുടെ നെറ്റിയും മുറിഞ്ഞു. എന്നാൽ സോണിയോട് ദേഷ്യത്തോടെ തോക്ക് ചൂണ്ടുകയാണ് ശ്യാമ, സോണിയുടെ കവിളിൽ പിടിച്ചുകൊണ്ട്. പിന്നെ സോണിയെ വെറുതെ വിട്ടു. പിന്നെയും ഐശ്വര്യക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. തറയിൽ കിടക്കുകയാണ് ഐശ്വര്യ. അമൃത വന്ന് തടയുന്നുണ്ട്. ഫിദ വേണ്ട, ഫിദ ചെയ്യരുത്, നീ ജയിലിലേക്ക് പോകേണ്ടവളല്ല, നിനക്ക് മോളുടെ കൂടെ ജീവിക്കേണ്ടേ എന്നൊക്കെ അമൃത ചോദിക്കുകയാണ് ശ്യാമയോട്. പെട്ടെന്ന് രാധികയെ സങ്കടത്തോടെ നോക്കുകയാണ് ശ്യാമ. രാധികയും തല ഇങ്ങനെ ആട്ടുന്നുണ്ട് ചെയ്യരുത് എന്ന്. ഉടൻ തന്നെ ഐശ്വര്യ ബോധം കിട്ടുപോവുകയും ചെയ്യുന്നു. മാലിനിയുടെ അടുത്തേക്ക് വന്ന് മാലിനിയുടെ കരണത്ത് 2 പ്രാവശ്യം അടിക്കുകയാണ് ശ്യാമ. എന്റെ ശമ്പളം പറ്റി എന്റെ കൂടെ നിന്നിട്ട് നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേടി. ഈ വീഴ്ചയിൽ നിന്ന് ഇവളെ എഴുന്നേക്കുവാണെങ്കിൽ നീ പറഞ്ഞേക്കേ, ഇനി എന്റെയോ എന്റെ മകളുടെയോ നിഴൽ വീഴുന്നിടത്ത് പോലും അവളെ കാണാൻ പാടില്ലെന്ന്. മനസ്സിലായോടി നിനക്ക് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിച്ച് ശ്യാമ അവിടെ നിന്ന് പോകുന്നു. അവര് പോയ സമയത്ത് സോണിയെയും മാലിനിയും കൂടി ഐശ്വര്യ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ശേഷം കാണിക്കുന്നത് ശ്യാമയും രാധികയും അമൃതയും മറ്റൊരു സ്ഥലത്ത് എത്തിയിരിക്കുന്നുണ്ട്. രാധിക കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. എന്താ മോളെ, എന്താ സംഭവിച്ചത്, എന്തിനാ നീ വീട് വിട്ട് ഇറങ്ങിപ്പോന്നത് എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ രാധിക കരഞ്ഞുകൊണ്ട് പറയുന്നു, അച്ഛനെന്നെ കാണണ്ടെന്ന് പറഞ്ഞു, മുത്തശ്ശി അവിടെ നിന്നും എന്നെ ആട്ടി ഇറക്കി വിട്ടു. എന്നിട്ട് നീ എന്താ എന്നെ വിളിക്കാത്തത്, എന്താ എന്റെ അരികിലേക്ക് വരാത്തത്? നീ എന്റെ മകളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എന്റെ പ്രശ്നം ഉണ്ടെങ്കിലും എന്റെ അടുത്തേക്ക് വരാൻ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? രാധിക പറയുന്നു, ഞാൻ എല്ലാവർക്കും ഒരു ശല്യമാണ്, ഞാൻ ചെയ്യുന്ന ഒരു കാര്യവും നല്ലതാണെന്ന് ഇതുവരെ ആർക്കും തോന്നിയിട്ടില്ല, അതൊക്കെ ഓർത്ത് മടുത്തത് കൊണ്ടാണ്. ദേവനാരായണൻ തിരുമേനി നിന്നെ സ്നേഹിച്ചിട്ടുള്ളത് പോലെ ഈ ലോകത്ത് ഒരു അച്ഛനും മകളെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരാൾ നിന്നെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം എന്താണെന്ന് അമൃത ചോദിക്കുന്നു. ഉണ്ടായ കാര്യങ്ങളെല്ലാം അവരോട് തുറന്നു പറയുകയാണ് രാധിക. പ്രിയങ്ക പറഞ്ഞതും മുത്തശ്ശി പറഞ്ഞതും അങ്ങനെയെല്ലാം അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം പറയുന്നു. രാധികയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാണ് ശ്യാമ. എനിക്കൊരു ജന്മം തന്നത് അച്ഛനാണ്, അച്ഛൻ എന്നെ വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ്, ഞാൻ മരിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്ന് രാധിക പറയുമ്പോൾ ശ്യാമ രാധികയെ ചേർത്ത് പിടിച്ചു. അമ്മയുടെ മോള് അങ്ങനെയൊന്നും ചെയ്യരുത്, മോൾക്ക് ഞാനുണ്ട് എന്ന് ശ്യാമ പറയുമ്പോൾ ഇത് കേട്ട് അമൃത പറയുന്നു, രാധികയുടെ ജീവിതത്തിൽ എന്നും ഒരു വിലങ്ങ് തടിയായി നിൽക്കുന്നത് എന്നും അമൃത തന്നെയാണ്. ഇപ്പൊ പോലും ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ടിട്ടല്ലേ രാധിക നിൽക്കുന്നതെന്ന് പറയുന്നു. മോളെ, ഈ അമ്മ നോക്കിക്കോളാം മോളെ, നിനക്ക് നേരെ ഒരു വിരൽ ചൂണ്ടാൻ അമ്മ സമ്മതിക്കില്ല. അമ്മയ്ക്ക് മോളെ കണ്ടെത്താൻ കഴിഞ്ഞല്ലോ, അതിന് ദൈവം സമ്മതിച്ചല്ലോ, എടുത്തി നമുക്ക് പോകാം. അങ്ങനെ ആ രാധികയും കൂടി അവിടെ നിന്ന് പോവുകയാണ് ശ്യാമ. എന്നാൽ ഫിദയായിട്ട് തന്നെയാണ് ഇപ്പോഴും രാധികയുടെ മുന്നിൽ ശ്യാമ നിൽക്കുന്നത്. രാധികയെ കാറിൽ കയറ്റുന്നു, അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ഐശ്വര്യയെ കാണിക്കുന്നുണ്ട്. ഐശ്വര്യക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. സോണിയും മാലിനിയും മാറി മാറി വിളിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. ശ്യാമ മേഡത്തിനെ ഇങ്ങനെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല, ഇനി നമ്മൾ അവരെ ഭയക്കണം, കൈ കിട്ടിയാൽ അവരെ നമ്മളെ തീർത്ത് കളയും എന്ന് മാലിനി പറയുമ്പോൾ സോണിയ പറയുന്നു, ശ്യാമയെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ,
കരയാൻ മാത്രം അറിയാവുന്ന ഒരുത്തി എന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷെ ഇനി നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ എന്ന് മാലിനി പറയുന്നു. ഈ സമയം ഐശ്വര്യക്ക് ബോധം വരുന്നുണ്ട്. മാലിനി എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാം, നീ പിടിക്കുകയെന്ന് സോണിയ. അങ്ങനെ അവർ രണ്ടുപേരും ഐശ്വര്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ശേഷം പ്രിയങ്കയെ കാണിക്കുന്നുണ്ട്. പ്രിയങ്കയെ സുകുമാരി വിളിക്കുന്നുണ്ട്. അവസാനം നമ്മൾ ജയിച്ചടി മോളെ, അവളുണ്ടല്ലോ ആ രാധിക, അവള് വീട് വിട്ടു പോയെന്ന് പറയുന്നു. എങ്ങോട്ട് എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ സുകുമാരി പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, ഇനി കൺമുന്നിൽ കാണണ്ട എന്ന് പറഞ്ഞ് വാതിലടച്ചപ്പോൾ അവൾ എങ്ങോട്ടോ ഒരു പോക്ക് പോയി. അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നേരെ ആ ഫിദ മേഡത്തിന്റെ അരികിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് പ്രിയങ്ക പറയുമ്പോൾ സുകുമാരി പറയുന്നുണ്ട്, ആ ഫിദ മേഡത്തെ യശോദ വിളിച്ചു, അവിടെ എങ്ങും ചെന്നിട്ടില്ല. അപ്പൊ പിന്നെ എന്നിങ്ങനെ പ്രിയങ്ക ചോദിക്കുമ്പോൾ സുകുമാരി പറയുന്നു, ഇനി എന്തിനാടി പേടിക്കുന്നത്, ഇന്നോ നാളെയോ ഏതെങ്കിലും കായലിൽ ചത്തുപൊങ്ങിയെന്ന വാർത്ത കേൾക്കും, അതോടെ എന്റെ മോളുടെ ജീവിതം സുരക്ഷിതമാകും. പ്രിയങ്ക പറയുന്നു, അച്ഛനോ എന്നോട് ദേഷ്യമുണ്ടോ? നിന്നോടൊരു ദേഷ്യമില്ല, എല്ലാം അവള് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്ന് ഞാൻ ദേവന്റെ തലയിൽ ആണിയടിച്ച് കയറ്റിയിട്ടുണ്ട്. ഇനി നീ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നറിയോ? കണിമംഗലത്ത് ഉറച്ചു നിൽക്കേണ്ട മാർഗങ്ങൾ എന്താണെന്ന് നോക്കണം. വരുണിനോട് പെട്ടെന്ന് ബഹളം ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട. അവള് തീർന്നു എന്ന വാർത്ത വരട്ടെ, അത് കഴിഞ്ഞ് പതിയെ പതിയെ അവൻ പൊരുത്തപ്പെടും. അതുവരെ അവനെ സ്നേഹിച്ച് നീ കൂടെ നിന്നാ മതി, മനസ്സിലായോ എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നു. മനസ്സിലായി, പക്ഷെ എവിടെയെങ്കിലും മാറി നിന്നിട്ട് ചേച്ചി തിരിച്ചു വന്നാലോ എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ സുകുമാരി പറയുന്നു, ഇനിയോ? ആറ്റുവശ്ശേരിയുടെ വാതിൽ അവൾക്ക് വേണ്ടി ഇനി തുറക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെയാകണമെങ്കിൽ നിന്റെ മുത്തശ്ശി ചാകണമെന്ന് പറയുന്നു. അങ്ങനെ ഫോൺ വെക്കാണ് പ്രിയങ്ക. ശേഷം തിരുമേനിയെ കാണിക്കുന്നു. തിരുമേനിയും യശോദയും വിഷമത്തോടെ ഇരിക്കുകയാണ് രാധികയുടെ പേരിൽ. അച്ഛനമ്മമാര് വിഷമിക്കുമ്പോൾ ചില കടുത്ത വാക്കുകളൊക്കെ പറയും. അച്ഛനമ്മമാര് നമ്മളോടും പറഞ്ഞിട്ടില്ലേ യശോദേ? എന്നിട്ട് നമ്മളെന്താ അവരുടെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോവാണോ ചെയ്തത്? നമ്മളെ കൊണ്ടത് പറ്റുമോ എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി പറയുന്നു, അച്ഛനമ്മമാര് വഴക്ക് പറഞ്ഞാൽ പിള്ളേരെങ്ങും പോവില്ല, പക്ഷെ അവള് പോകും. അതിനർത്ഥം എന്താ? അച്ഛനും അമ്മയും എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും അവളുടെ മനസ്സിൽ പോലും ഇല്ല. അല്ലെങ്കിലും അതങ്ങനെയല്ലേ, അവളുടെ രക്തത്തിന്റെ ഗുണം അവള് കാണിക്കാതിരിക്കും. ഇത് കേട്ട് യശോദ പറയുന്നു, ഒരാള് വിഷമിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും പറയാതമ്മേ. സുകുമാരി വീണ്ടും പറയുന്നു, എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് അറിയോ? മനസ്സിലുള്ള സങ്കടം പെട്ടെന്ന് പിഴുത് കളയാൻ വേണ്ടിയിട്ടാണ്. ഇവന്റെ ഈ ഇരിപ്പ് എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ്. സ്വന്തം കുടുംബത്തെയും സ്വന്തം അനുജത്തെയും ചതിച്ചവളെ കൂടുതൽ ഓർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് കേട്ട് അദ്ദേഹം എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ യശോദ ചോദിക്കുന്നു എങ്ങോട്ടാണെന്ന്. അദ്ദേഹം പറയുന്നു, എനിക്ക് എന്റെ മോളെ കണ്ടെത്തണം, എവിടെയെങ്കിലും പോയി അവളെ തിരിഞ്ഞ് കണ്ടുപിടിക്കണം. ഈ സമയം ഫിദ യശോദയെ വിളിക്കുന്നു. ഞാൻ ഫിദയാണ്, രാധിക എന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. രാധിക ഇപ്പോൾ ശ്യാമയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് യശോദയെ ഫോൺ വിളിക്കുന്നത്. ദേവേട്ട, രാധിക ഫിദയുടെ കൂടെയുണ്ട്, ഫിദ മേഡത്തിന്റെ കൂടെയുണ്ട് എന്ന് സന്തോഷത്തോടെ യശോദ തിരുമേനിയോട് പറയുന്നു. അത് കേട്ട ആശ്വാസത്തിലാണ് തിരുമേനി. നടന്ന കാര്യങ്ങളൊക്കെ രാധിക എന്നോട് പറഞ്ഞു. അവള് നല്ല ടെൻഷനിലാണ്. ആദ്യം അവളുടെ മനസ്സൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. യശോദ പറയുന്നു, ഇവിടെ ദേവേട്ടൻ ആകെ തളർന്നിരിക്കാണ്, സമാധാനിക്കാൻ പറഞ്ഞോളൂ. രാധികയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം, അവൾക്ക് ഒരു കുറവും വരില്ല. കുറച്ചു കഴിഞ്ഞ് ഞാൻ അവളോട് സംസാരിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കാമെന്ന് ഫിദ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് യശോദ ഫോൺ വെച്ചു. യശോദ പറയുന്നുണ്ട് തിരുമേനിയോട്, മോള് വല്ലാത്ത വിഷമത്തിലാണ്, കുറച്ചു കഴിഞ്ഞ് സങ്കടങ്ങളൊക്കെ മാറുമ്പോൾ വിളിപ്പിക്കാമെന്നാ പറഞ്ഞത്. സുകുമാരി ദേഷ്യത്തോടെ പറയുന്നു, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ഇനി വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഈ വീട്ടിലേക്ക് അവൾ വരാൻ പാടില്ല, ഇത് എന്റെ തീരുമാനമാണ്. ഇത്രയും പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ മുത്തശ്ശി അവിടെ നിന്ന് പോയി. അവൾക്കൊന്നും ഇല്ലല്ലോ, അവളെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അടുത്ത് തന്നെയാണല്ലോ, അത് തന്നെ വലിയൊരു സമാധാനമാണ് എന്ന് ആശ്വാസത്തോടെ പറയുകയാണ് ദേവനാരായണൻ തിരുമേനി. എന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. തുടർന്ന് രാധികയെ കാണിക്കുന്നു. തളർന്നുറങ്ങുകയാണ് രാധിക. കാറിലിരുന്ന് ഉറങ്ങുന്നു. കാർ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുകയാണ്. അമൃതയും ശ്യാമയും പുറത്ത് നിൽക്കുന്നു. മോളെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നത് ആപത്താണ്. ഐശ്വര്യ വെറുതെ ഇരിക്കില്ല. അവൾ ആരെയൊക്കെയാണ് വിളിച്ചു വരുത്താൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. റിസ്ക് എടുക്കാൻ പോകാത്തതായിരിക്കും നല്ലത് എന്ന് അമൃത പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ഞാനും അതാണ് എടുത്ത് ആലോചിക്കുന്നത്. കുറച്ചു നാളത്തേക്ക് രാധിക മോളും ഞാനും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. എങ്ങോട്ട് പോകും എന്ന് അമൃത ചോദിക്കുന്നുണ്ട്. ശ്യാമ അതിനെപ്പറ്റി ആലോചിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.